അത്തരം മറ്റ് പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പൂജയൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെയേറെ സന്തോഷമാവുന്നുണ്ട്. അപ്പം അതെല്ലാം പൂജയെല്ലാം കഴിഞ്ഞ് മുത്തശ്ശി പറയാണ്, ഇനി നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചങ്ങ് ചെയ്യാം. മാവൊക്കെ മാവൊക്കെ കലക്കി വെച്ചേക്കാണ്, നമുക്കെല്ലാവർക്കും കൂടെ പോയി ചെയ്യാം എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും പോവുകയാണ്. അപ്പോൾ ജലജ അവിടെ തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക. ആ പാമ്പ് എവിടെ പോയെന്നാണ് ജലജയുടെ ആലോചന. നീ എന്താ ഇവിടെ നിൽക്കുന്നത്, നീ വരുന്നില്ലേ എന്ന് മുത്തശ്ശി വരും. വരുന്നെന്നും പറഞ്ഞ് ജലജയും കൂടെ അങ്ങ് പോവുകയാണ്. ജലജയൊക്കെ പോയി കഴിഞ്ഞപ്പം അജയൻ ചന്തമോടത്ത് ചോദിക്കുകയാണ്, ഇതാരാ അബിയെ നോക്കി. അത് കൊച്ചച്ഛൻ. അപ്പം നവ്യക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആരും എൻ്റെ അബിയെ അങ്ങനെ ആരും കൊച്ചച്ഛനും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് നവ്യ പറയുന്നത്. എനിക്ക് ഒരു കാര്യം ചെയ്യും, മോള് അച്ചാന്ന് തന്നെ വിളിച്ചോ. അങ്ങനെ കൊച്ചച്ചാന്നും അച്ചാന്നും ഒന്നും എൻ്റെ അബിയെ വിളിക്കണ്ട. പിന്നെ എല്ലാവരും കൂടെ എൻ്റെ അബിയുടെ തലയിൽ ഈ ഒരു പേരുദോഷം കെട്ടിവെക്കണമെന്ന് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നടക്കത്തില്ല എന്ന് പറയാണ്. ഞാൻ പറഞ്ഞ നവ്യ അങ്ങ് പോവുകയാണ്. അപ്പം ജയൻ പറയാണ്, നീ ചെയ്ത തെറ്റ് ആദർശം ചുമക്കുന്നതിൻ്റെ ഒരു കലിപ്പ് എനിക്കുണ്ട്. അതും കൂടെ വെച്ച് നിനക്ക് മോന്തിരിച്ച് പൊട്ടിക്കാണ് വേണ്ടത് എന്ന് പറയാണ്. ഇവനാണെങ്കിൽ ഇത്തിരി സമയം ഉണ്ടെങ്കിൽ അനഘയെ കൊല്ലാൻ പോയതാ. അപ്പം എന്ന് നയന പറയാണ്. അപ്പോൾ അബി പറയണ, ഏട്ടത്തി അങ്ങനൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ പാവം അഭിനയിക്കുകയാണ്. ഞാൻ എന്തിനാ അവളെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുകയാണ്. എന്നെങ്കിൽ നീ വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യാൻ നയന പറയാണ്. അപ്പോൾ ജയൻ പറയാണ്, അങ്ങനൊന്നും പറഞ്ഞുള്ളല്ലേ, ഇവന് ജയിക്കാൻ വേണ്ടി ഇവൻ വിളക്കിൻ്റെ മുമ്പിലല്ല എവിടെ വേണമെങ്കിലും നിന്ന് സത്യം ചെയ്ത് കയറി, ഇവൻ അത്രയ്ക്ക് കള്ളനാന്നൊക്കെ പറയാണ്. അപ്പോൾ അബിയെ എല്ലാവരും കൂടെ നിന്ന് കുറ്റപ്പെടുത്തിയാണ്. അബിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അവനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത്. പിന്നെ മനസ്സിൽ വേറെ ടെൻഷനുണ്ട്, പാമ്പ് എവിടെ പോയി, അതാണ് അബിയുടെ ചിന്ത. എല്ലാവരും കൂടെ കൂട്ടത്തോടെ നിന്ന് അബിയെ കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞ്, അബിക്ക് ആരെന്ത് കുറ്റം പറഞ്ഞാലും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് അതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുക. പിന്നെ ജയനും അജയനും അനിയും കൂടെ പൂവൊക്കെ വെച്ച് അലങ്കരിക്കാണ്ടിരിക്കുകയാണ്. അപ്പം ജയൻ പറയാണ്, എൻ്റെ അറിവിലൊരു കുട്ടിയുണ്ട്, ഒരു ഡോക്ടർ. ആ പെണ്ണിനെ നിന്നെ കല്യാണം ആലോചിക്കട്ടെ അനിയെന്ന് ചോദിക്കണം. എൻ്റെ പൊന്നു വല്ലിച്ച, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കട്ടെ, അവളൊന്ന് പോയി തീർന്നതുള്ളൂ, ഞാൻ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കുറച്ച് നാൾ ഇരിക്കട്ടെ എന്ന് പറയാണ് അനി. അങ്ങനൊന്നും പറ്റത്തില്ല, നിനക്ക് നല്ലൊരു കുടുംബജീവിതം വേണം. പിന്നെ നീ ഇപ്പോഴും നമ്മുടെ നന്ദുവിനെ മനസ്സിട്ടുകൊണ്ട് വിചാരിക്കണമെങ്കിൽ നടക്കത്തില്ല. കാരണം നിൻ്റെ അമ്മയ്ക്കത് ഇഷ്ടമല്ല, നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കത് ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത കാലം ഞങ്ങൾ അതിനെ അനുകൂലിക്കത്തില്ല. പക്ഷേ അവർ സമ്മതിച്ചാൽ ഞങ്ങൾ അതിന് സമ്മതിക്കും. കാരണം ഞങ്ങൾക്കതിന് എതിർപ്പൊന്നും ഇല്ലെന്ന് ജയൻ പറയാണ്. വേറൊരു പെണ്ണിനെ കണ്ടെത്തി നിൻ്റെ കല്യാണം ഉടനെ തന്നെ നടത്തണം, അതാ വേണ്ടതെന്ന് പറയണം. അപ്പം അനി പറയാണ്, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്ദു കയറി വരികയാണ്. അവൻ ഇങ്ങനെ നന്ദുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നന്ദു വന്നിട്ട് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് ആർക്കും പരാതിയൊന്നുമില്ലല്ലോ. ഇല്ല മോള് വന്നതിന് ആർക്കും പരാതിയൊന്നുമില്ല. എനിക്ക് രണ്ട് ചേച്ചിമാരെ ഒന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞ് നന്ദു അങ്ങോട്ട് പോകണം. നന്ദുവിനെ ഇങ്ങനെ അനി വായി നോക്കിയിരിക്കുകയാണ്. നീ നോക്കിയൊന്നും നിൽക്കണ്ട, അത് നടക്കത്തില്ല എന്ന് ജയൻ പറയാണ്. നിൻ്റെ അമ്മ സമ്മതിക്കാതെ ഒരിക്കലും അത് നടക്കത്തില്ല എന്ന് നമ്മുടെ ജയൻ പറയാണ്. നന്ദു നേരെ പോകുന്നത് നയനടുത്താണ്. നയനടുത്ത് നിന്നിട്ട് പറയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പറയാണ്, അബി എന്തൊരു മനുഷ്യനെ, ആദർശേട്ടനെ ഏതൊക്കെ രീതിയിൽ അവൻ ചതിച്ചിട്ടുള്ളത്. എന്നിട്ട് അവനൊരു കൂസലും ഇല്ലാതെ നടക്കുക. ചന്തമോടെ കാര്യമായാലും ഇപ്പം സ്വർണ്ണക്കടയിലെ കാര്യങ്ങളായാലും അവൻ ഏതൊക്കെ രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ട് അവനൊരു നാണോ മാനോ ഇല്ലാതെ നടക്കുക. പക്ഷേ എൻ്റെ ചേച്ചി, അവനെ എൻ്റെ കൈ കിട്ടിയ അവനെ ഞാൻ പഞ്ഞിക്കിടുമെന്ന് നന്ദു പറയുന്നുണ്ട്. അവനാ അനഘയാണെങ്കിൽ കൊല്ലാൻ ഇവനാണ് ശ്രമിച്ചത്. മോള് പോയോ അനഘയെ കാണാനെന്ന് അയന ചോദിക്കുകയാണ്. പോയില്ല, ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ച് അവളെ ഈ പരുവത്തിലാക്കിയത് അവനാ. എന്നിട്ട് അവൻ ഒരു നാണോ മാനമില്ല നടക്കുക എന്ന് പറയുകയാണ്. മറ്റേ കേസിൻ്റെ കാര്യം ഇങ്ങനെ അവൻ തന്നെയാണ് ചെയ്തതായിട്ടാണ് തെളിഞ്ഞതെന്നൊക്കെ നന്ദു നയനെടുത്ത് പറയുകയാണ്. അവർ തമ്മിൽ കുറേ സംസാരമൊക്കെ നടക്കുന്നുണ്ട്. നന്ദു വന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ നവ്യ ചേച്ചിയുടെ മുഖം ഓർക്കത്തില്ല. കാരണം ഇത്രയും കുറ്റങ്ങൾ ചെയ്തിട്ട് അവൻ ഇനി അങ്ങനെ വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നവ്യ ചേച്ചിയുടെ മുഖം അങ്ങ് മറന്നിട്ട് അവന് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. പിന്നെ കാണിക്കും, നീ നന്ദു കൊണ്ട് സംസാരിക്കുകയാണ്. നീ വന്നത് കാര്യമായി, ഇടയ്ക്കിടയ്ക്ക് നീ ആണെങ്കിൽ ഇങ്ങോട്ട് വരണം ചേച്ചിമാരെ കാണാമെന്ന് പറഞ്ഞു. അതൊന്നും നടക്കത്തില്ലടാ, എനിക്കൊരു ജോലിയുള്ള കാര്യം നീ മറന്നു. നിൻ്റെ ജോലി നമ്മളെ തമ്മിൽ കാണുന്നതിനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നീ അതങ്ങ് കളയെന്ന് പറയണം. അപ്പം നന്ദു പറയണം, അതങ്ങനൊന്നും കളയാൻ പറ്റില്ല. ഇനി നമ്മുടെ വിവാഹം കഴിഞ്ഞാലും എൻ്റെ അംബീഷനൊന്നും ഞാൻ കളയത്തില്ല. എനിക്കൊരു IPS ഓഫീസർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെ ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് നന്ദു പറയണം. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ജാനകി അങ്ങോട്ട് വരികയാണ്. ജാനകി അങ്ങോട്ട് വരുമ്പോൾ എന്താ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണോ എന്ന് സാധാരണ രീതിയിൽ ചോദിക്കുന്നു. ആണെന്ന് വേറൊന്നും അല്ല അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അനിയൻ കയറി പോവുകയാണ്.
അപ്പോൾ ജാനകി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. നിന്നെ മൂന്നാമത് ഒരാളെയും കൂടെ ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൂന്നാമത് ഒരാളെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അനാമികയോട് ചേർത്ത് നിന്നെ കുറെ ചോദിച്ചിട്ട് അതിലെനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കണം. ഇനി എനിക്കൊരു കല്യാണാലോചന വരുമ്പോൾ ആ കല്യാണം നടക്കണം, അല്ലെങ്കിൽ അവർ അതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടാവണം എന്നൊക്കെ ജാനകി പറയാണ്. എന്നും പറഞ്ഞ് ജാനകി അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നന്ദുവിൻ്റെ കിളി പോയി. വീണ്ടും വിഷമം. നന്ദു ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ആകെപ്പാടെ തെറ്റ് ചെയ്യുന്ന അനിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് തെറ്റ് ചെയ്യാതിരിക്കാനേ എനിക്ക് പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാണിക്കുന്ന അബിയാണ്. അബി ആ പാമ്പിൻ്റെ പുറയിലാണ്. അബിയടുത്ത് വന്ന് ജലജ പറയുകയാണ്, നീ കൊണ്ടുവന്ന പാമ്പ് ഇപ്പോൾ എവിടെ? അവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇതിപ്പോൾ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യല്ലേ. വീട്ടിൽ സ്വസ്ഥമായിട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം എവിടെയാണത്? ഇത് വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇത് എവിടെ കാണുമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണല്ലോ ഭഗവാനെ എന്നൊക്കെ ജലജ പറയുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, പാമ്പാട്ടിയെ വിളിച്ച് എങ്ങനെയെങ്കിലും ഇതിനങ്ങ് പുറത്തെടുത്ത് കൊണ്ടുപോകാൻ പറയുകയാണ്. അപ്പം അബി പറയാണ്, രാത്രിയാവട്ടെ പാമ്പാട്ടിയെ വിളിച്ചിട്ട് ഇതിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. മാത്രമല്ല അല്ലെങ്കിൽ നയനയുടെ മുറിയിൽ കൊണ്ടുവിടണം. അപ്പം ജലജ പറയാണ്, ഞാൻ ഡോറുകളെല്ലാം തുറന്നിട്ടുണ്ട്, പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച്. അപ്പം അബി പറയാണ്, അങ്ങനൊന്നും പോകത്തില്ല മൂർഖനാ, അത് ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കത്തുള്ളൂ, പുറത്തോട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല എന്ന് പറയുകയാണ്. എന്തായാലും ഉള്ള സമാധാനം കൂടെ പോയി. നീ എങ്ങനെയെങ്കിലും ആ പാമ്പാട്ടി വിളിച്ചുകൊണ്ട് വന്ന് ഇനി നയനയുടെ മുറിയിലൊന്നും വെക്കണ്ട, ഇതിനെ എടുത്തുകൊണ്ട് പോകാനാണെങ്കിൽ ജലജ പറയണം. പോകുന്ന വഴി ജലജ കാലൊക്കെ തട്ടുമ്പോൾ പേടിക്കുകയാണ്. അപ്പം അബി പറയണം, അമ്മ തന്നെ പേടിച്ച് എല്ലാവരെയും അറിയിക്കും നമ്മളത് ചെയ്തേന്നൊക്കെ പറഞ്ഞ് അബി അങ്ങ് പോകണം. അബി എന്നിട്ട് സച്ചിയെ വിളിക്കുകയാണ്. സച്ചിയെ വിളിച്ചിട്ട് പറയാണ്, സാറേ ആ പാമ്പുണ്ടെങ്കിൽ കൂടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, വീടിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയണം. അപ്പോൾ സച്ചി ഉടനെ പറയണം, വേണമെങ്കിൽ അത് സ്റ്റെയർ കയറി പടി കയറിയാലും മുകളിലോട്ട് വന്നുകൂടാ എന്നില്ല എന്ന് പറയണം. അപ്പോഴത്തേക്ക് അബി പേടിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അബി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നേ പാമ്പ് വരുന്നു. അബി ഇങ്ങനെ കണ്ണും തെളിഞ്ഞിട്ടിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.